ഹലയ നിങ്ങളുടെ വിവരങ്ങളും വിശകലന സേവനവും തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് കോർപ്പറേഷന്റെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് ആരംഭിക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം. കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും വിശദമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യാം. ഈ അവലോകനം 2025 ജൂൺ 27 വരെയുള്ള നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ലളിത സംഘടന വേദ ഉപവിഭാഗത്തിൽപ്പെടുന്നു. ധനംനെബച്ച് കനഷ്ടമത് 44 കമ്പനികളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത്. വീഡിയോയുടെ അവസാനം ഓർഡർ ടേബിൾ നോക്കുക. പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: -10.8. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 3.4 പോയിന്റ്. നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മൊത്തം US സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് 1.8 പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു. മൈനസ് റേറ്റിംഗിനെതിരെ 8 പോയിന്റ്. കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്തുകൊണ്ട് വേദ ഉപവിഭാഗം കമ്പനികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു. ഹരം മൈനസിന്റെ ചലനാത്മകത കാണിച്ചു 8.3%. 21.7% ഉപവിഭാഗത്തിലെ വിലമാറ്റത്തിന് എതിരാണ്. സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം $1.18 ബില്യൺ. $315 ബില്യൺ ഉപവിഭാഗ മൂലധനം. കമ്പനിയുടെ പുസ്തക മൂല്യം $0.04 ബില്യൺ. ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം $62 ബില്യൺ ആണ്. വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. അധിനിവേശ വിഹിതം ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 0.375%. പുസ്തക മൂല്യം മൂലധനം 0.061%. ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ $0.22 ബില്യൺ ആണ്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം മൂലധനത്തിന്റെ 585%. കമ്പനിയുടെ ഡെറ്റ് റേറ്റിംഗ് വളരെ മോശം -2 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിപണി മൂല്യത്തിന്റെ ബാലൻസ് അതിന്റെ ലാഭം 0 ആണ്. 86.8 എന്ന ഉപവിഭാഗത്തിൽ ശരാശരി. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർക്കറ്റ് വിലയും ലാഭവും തമ്മിലുള്ള അനുപാതത്തിന്റെ വിലയിരുത്തൽ വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $89 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തെ ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 6.9 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 6.1 ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തുക പാസാബിൾ 0 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $170 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. വിൽപ്പന മാർജിൻ -52.4%. ഉപവിഭാഗത്തിൽ ശരാശരി 7.1%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന -0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.664%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 77% കൂടുതലാണ്.
കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം $1,160,000 ഉപവിഭാഗത്തിന് $2,053,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം മൈനസ് ആണ് $87,500. ഉപവിഭാഗത്തിൽ ശരാശരി $23,700. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് 0.5 പോയിന്റ്. ഓർഗനൈസേഷന്റെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ പങ്ക് $167,000 ആണ്. ഉപവിഭാഗം $334,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് 0.5 പോയിന്റ്. 3% എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരികളുടെ ഹ്രസ്വസ്ഥാനം 16.2%. സാങ്കേതിക സൂചകം GE14 കമ്പനിക്ക് 64% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിൽ ഈ നില ഏകദേശം 58%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $40.83 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $54.49 ആണ്. നിങ്ങൾക്ക് ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. ഈ സീസണിലെ റഫറൻസ് സിസ്റ്റത്തിന്റെ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിശകലനത്തിന്റെ ഫലമായി തെരഞ്ഞെടുക്കാം. സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. $40.84 ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക. കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യനിർണ്ണയം ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു. ഓർഗനൈസേഷനെ വിലയിരുത്തൽ രീതിശാസ്ത്രം ഉപയോഗിച്ചാണ് വിലയിരുത്തിയത്. അക്കിമിന്റെ സൂചിക. എടുക്കുക ലാഭം 22.74 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 58.94 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. 2025 ജൂലൈ 27 എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു. അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം. ടിക്കർ KLNBK ആണ് പ്രധാന വാങ്ങൽ ഓർഡർ. പ്രധാന ഓർഡറിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് 1. വിപരീത ക്രമം യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു. അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി.